ഹായ് ഓൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സീസൺസ് ആൻഡ് ടൈമിലെ വൈ സീസൺസ് ചേഞ്ച് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീസൺസ് ആൻഡ് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ, അതായത് ഋതുഭേദങ്ങളും സൂര്യൻ്റെ അയനവും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഈ ഒരു സീസൺസ് വരാനുള്ളൊരു കാരണം അല്ലെങ്കിൽ ഈ ഋതുഭേദങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? സൂര്യൻ്റെ അയനമാണ്. അതായത് സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലേക്കും ദക്ഷിണാർദ്ധഗോളത്തിലേക്കുമുള്ള സൂര്യൻ്റെ മൂവ്മെൻ്റ് ആണ് ഈ ഒരു ഋതുഭേദങ്ങൾക്കുള്ള കാരണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് എന്താണെന്നുള്ളത് നോക്കാം. As a result of the apparent movement of the sun between Tropic of Cancer 23½ north and the Tropic of Capricorn 23½ south, the different seasons spring, summer, autumn and winter get repeated in a cyclic manner. അതായത് ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് സൂര്യൻ്റെ അയനം മൂലം, അതായത് സൂര്യൻ്റെ ഈ മൂവ്മെൻറ്റ് കാരണം കൊണ്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിൽ സംഭവിക്കുന്ന സീസൺസുകളാണ് അല്ലെങ്കിൽ ഇടയിൽ സംഭവിക്കുന്ന ഒന്നാണ് ഈ ഒരു ഋതുഭേദങ്ങൾ എന്ന് പറയുന്നത്. അതായത് വസന്തകാലം, ഗ്രീഷ്മകാലം, ഹേമന്തകാലം, ശൈത്യകാലം എന്നിങ്ങനെയുള്ള കാലങ്ങളാണ് ഈ ഒരു ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഇതിനുള്ള കാരണം എന്താണ്? സൂര്യൻ്റെ അയനമാണ് ഈ ഒരു ഋതുഭേദങ്ങൾക്കുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൂര്യൻ്റെ അയനം മൂലം ഇത് സൈക്ലിക് നേച്ചർ ആയിട്ട് അല്ലെങ്കിൽ സൈക്ലിക് ആയിട്ട്, അതായത് ഇപ്പോൾ ഒരു വർഷം ഈ ഒരു 4 സീസൺസും കടന്നു പോവുകയാണെങ്കിൽ വീണ്ടും നെക്സ്റ്റ് ഇയറിലും ഇതേ കാര്യങ്ങൾ തന്നെ വീണ്ടും സൈക്ലിക്കലായിട്ട് നടക്കും എന്നാണ് ഇതിൽ പറയുന്നത്. സീസണൽ ചേഞ്ചസ് ആർ നോട്ട് യൂഷ്വലി വെരി ഒബ്വിയസ് in the tropical regions because the incidence of large amount of sun rays throughout the year. അതായത് നമ്മൾ ഈ പറഞ്ഞ ഈ ഋതുഭേദങ്ങൾ, ഈ കൃത്യമായിട്ടുള്ള ഈ ഋതുഭേദങ്ങൾ നമ്മുടെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ റീജിയൻസിൽ നമുക്ക് കൃത്യമായ രീതിയിൽ കാണാനായിട്ട് സാധിക്കില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? ഇൻസിഡൻസ് ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് സൺ റേസ് ത്രൂ ഔട്ട് ദി ഇയർ. അതായത് ഒരു വർഷത്തിൽ തന്നെ ധാരാളം സൂര്യപ്രകാശം ആ ഒരു ട്രോപ്പിക്കൽ റീജിയൻസിൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഇൻസിഡൻസ് അല്ലെങ്കിൽ ഈ ഒരു സീസൺസുകൾ, പല രീതിയിലുള്ള സീസൺസുകൾ ഈ ട്രോപ്പിക്കൽ റീജിയൻസിൽ ഇല്ലാത്തത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. Characteristics of different seasons are clearly felt in the mid-latitudinal or temperate സോൺസ്. അതായത് ഈ ഒരു സീസൺസുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്പ്രിങ്, സമ്മർ, ഓട്ടം, വിന്റർ അങ്ങനെയുള്ള ഈ 4 സീസൺസുകളും കൃത്യമായിട്ട് ഉണ്ടാവുന്നത് എവിടെയാണ്? മിഡ് ലാറ്റിറ്റ്യൂഡിനൽ ഓർ ടെമ്പറേച്ചർ സോൺസ്. അതായത് ഇത്രയേ ഉള്ളൂ, മിതോഷ്ണ മേഖലകളിലും അല്ലെങ്കിൽ മധ്യോഷ്ണ മേഖലകളിലാണ് ഈ ഒരു സീസൺസുകൾ നമുക്ക് പ്രധാനമായിട്ടും കാണാനായിട്ട് സാധിക്കാം. Equal amount of sunlight is received in the northern hemisphere as well as the southern hemisphere when the sun is vertically over the equator. അതായത് ഇപ്പോൾ ഭൂമധ്യരേഖയ്ക്ക് തൊട്ട് മുകളിലായിട്ടാണ് അല്ലെങ്കിൽ ഭൂമധ്യരേഖയ്ക്ക് മുകളിലായിട്ടാണ് നമ്മുടെ സൂര്യൻ ഉള്ളതെങ്കിൽ, ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിട്ടാണ് സൂര്യൻ ഉള്ളതെങ്കിൽ തുല്യമായ അളവിലായിരിക്കും പകലും രാത്രിയും രണ്ട് മേഖലകളിലും, അതായത് ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിലും ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിലും എന്താണ്, അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫെയറിലും അതോടൊപ്പം തന്നെ സദേൺ ഹെമിസ്ഫെയറിലും ഈക്വൽ എമൗണ്ട് ഓഫ് സൺലൈറ്റ് ആയിരിക്കും. എപ്പോൾ? ഇക്വേറ്ററിന് തൊട്ടു മുകളിലാണെങ്കിൽ, ഇക്വേറ്ററിന് വെർട്ടിക്കൽ ആയിട്ടാണ് സൺ വരുന്നതെങ്കിൽ. The apparent position of the sun during the Earth's revolution will be over the equator on March 21 and September 23. അതായത് മാർച്ച് 21 സെപ്റ്റംബർ 23 ഇടയിലായിരിക്കും ഈ ഒരു റെവല്യൂഷൻ അല്ലെങ്കിൽ എർത്തിൻ്റെ ഈ ഒരു റെവല്യൂഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്താണ് എന്ത്?
സൂര്യൻ ഈ ഒരു ഇക്വേറ്ററിന് നേർമുകളിലായിരിക്കും, അല്ലെങ്കിൽ ഇക്വേറ്ററിന് വെർട്ടിക്കലായിരിക്കും. അപ്പോൾ ഈ സിറ്റുവേഷനിലാണ് എന്ത് സംഭവിക്കുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും ഈക്വൽ എമൗണ്ട് ഓഫ് സൺലൈറ്റ് സംഭവിക്കാം. Hence, the length of the day and night will be equal during these days on both the hemisphere. അതായത് നോർത്തേണിലാണെങ്കിലും സദേണിലാണെങ്കിലും ഈ മാർച്ച് 21 മുതൽ സെപ്റ്റംബർ 23 വരെ ഈക്വൽ ആയിട്ടുള്ള ഡേ ആൻഡ് നൈറ്റ് ആയിരിക്കും. ഇനി നിങ്ങൾ ഈ തൊട്ട് താഴെ സ്ലൈഡിൽ കാണുന്ന ഈ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് പോളിൻ്റെയും സൗത്ത് പോളിൻ്റെയും ഡയഗ്രാണ്. അതായത് ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളവും ആണ് നിങ്ങളിവിടെ കാണുന്നത്. സൂര്യൻ്റെ പ്രകാശമാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ദെൻ ഓരോ ഏരിയയിലും എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു 1.3 നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം കൃത്യമായിട്ട് തന്നെ പഠിക്കണം. അതിപ്പോൾ കേട്ടിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും 10th പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇക്വേറ്ററിന് നേർമുകളിലായിട്ടാണ്, നോർത്ത് പോളിന് നേർമുകളിലായിട്ടാണ് സൂര്യനെങ്കിൽ അവിടെ എന്തായിരിക്കും? ഡേ ആൻഡ് നൈറ്റ് ഈക്വൽ ആയിരിക്കും. പിന്നെ ഇതിൽ ആർട്ടിക് സർക്കിൾ ഉണ്ട്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉണ്ട്, ഇക്വേറ്റർ ഉണ്ട്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഉണ്ട്, അന്റാർട്ടിക് സർക്കിൾ ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിലാണ് എന്ത് സംഭവിക്കുന്നത്? സീസൺസുകൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ എന്ത് സംഭവിക്കുന്നില്ല? കൃത്യമായ രീതിയിലുള്ള സീസൺസുകൾ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. ഫ്രം 21 March onwards, the sun apparently shifts from the equator northwards and reaches vertically over the Tropic of Cancer 23.5° north on 21 June. അതായത് മാർച്ച് 21 ശേഷം എന്താണ്? അത് മുതൽ ഈ ഒരു ഇക്വേറ്ററിൽ നിന്ന് ഈ ഒരു സൂര്യൻ പതുക്കെ എങ്ങോട്ടേക്ക് അയനം വയ്ക്കുന്നു? സൂര്യൻ എങ്ങടേക്കാണ് മൂവ് ചെയ്യുന്നത്? നോർത്ത് പോള്, അതായത് നോർത്ത് പോളിലെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്കാണ് ഈ ഒരു സൂര്യൻ, ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിലായിട്ട് സൂര്യൻ എത്തുന്നു. ആ ഒരു സമയത്ത് ജൂൺ 21 ആവുമ്പോഴാണ് ഈ ഒരു സൂര്യൻ ഈ ഒരു ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് തൊട്ട് മുകളിലേക്കായിട്ട് സൂര്യൻ എത്തുന്നത്. ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് തൊട്ട് മുകളിലായിട്ട് ഈ ഒരു സൂര്യൻ എത്തുന്നു. ഈ ഒരു സമയത്താണ് സമ്മർ സീസൺ ഉണ്ടാവുന്നത്. അപ്പോൾ ദിസ് ഡേ ഈസ് നോൺ ആസ് സമ്മർ സോളിസ്റ്റൈസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പം നോർത്തേൺ ഹെമിസ്ഫിയറിൽ അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുക? സമ്മർ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇനി സമ്മർ സോളിസ്റ്റൈസ് ആണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഉണ്ടാവുക. ഓൺ ദിസ് ഡേ ദ നോർത്തേൺ ഹെമിസ്ഫിയർ എക്സ്പീരിയൻസസ് ഇറ്റ്സ് ലോങ്സ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ്. അപ്പോൾ ഈ ഒരു സമയത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താണ്? ലോങ്സ്റ്റ് ഡേ ആയിരിക്കും, പകല് കൂടുതലും രാത്രി കുറവായിരിക്കും. ഇനി ദ നോർത്തേൺ ഹെമിസ്ഫിയർ ജനറലി എക്സ്പീരിയൻസസ് സ്പ്രിംഗ് സീസൺ ബിറ്റ്വീൻ 21 March ആൻഡ് 21 June. ഇനി നോർത്തേൺ ഹെമിസ്ഫിയറിൽ 21 മാർച്ചിനും 21 ജൂണിനും ഇടയിൽ എന്താണ് ഉണ്ടാവുക? സ്പ്രിംഗ് സീസൺ ആയിരിക്കും. ദ സ്പ്രിംഗ് ഈസ് ദ സീസൺ ട്രാൻസിഷൻ ഫ്രം വിൻ്റർ ടു സമ്മർ. വിൻ്ററിൽ നിന്ന് സമ്മറിലേക്കുള്ള ഒരു ട്രാൻസിഷനാണ് നമ്മൾ സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് നമുക്ക് നോക്കാം. The southernward apparent movement of the sun begins from 21 June and again reaches vertically above the equator on 23 September. The summer season is experienced in the northern hemisphere during this period. അതായത് ഈ ഒരു ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് ഗോളത്തിലേക്ക് ഈ ഒരു സൂര്യൻ്റെ മൂവ്മെൻറ്റ് പതുക്കെ സ്റ്റാർട്ട് ചെയ്യും. അതായത് പതുക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 21 ജൂൺ മുതൽ ഈ ഒരു സൂര്യൻ എന്ത് ചെയ്യും? ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്നിരുന്ന സൂര്യൻ
എന്താണ് ഈ ഒരു വീണ്ടും ഇക്വേറ്ററിലേക്ക് വരുന്നു. 21 ജൂൺ മുതൽ എന്താണ് സൂര്യൻ തെക്കോട്ടേക്ക് അയനം തിരിക്കുന്നു. അങ്ങനെ സൂര്യൻ വീണ്ടും 23 സെപ്റ്റംബറിൽ ഇക്വേറ്ററിന് മുകളിലായിട്ട് വീണ്ടും വരുന്നു. അപ്പോൾ സമ്മർ സീസൺ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈ ഒരു സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. The sun continues its southward apparent shift from the equator from 23 September and reaches vertically above the Tropic of Capricorn 23.5 degrees south on 22 December. അപ്പോൾ ഈ ഒരു സൂര്യൻ നമ്മുടെ ഉത്തരായനത്തിൽ നിന്ന് ഈ ഒരു ഇക്വേറ്ററിലേക്ക് വരുന്നു. ദെൻ ഇക്വേറ്ററിൽ നിന്ന് വീണ്ടും അത് ദക്ഷിണായനത്തിലേക്ക് മാറുന്നു, ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് പോകുന്നു. അതായത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ദക്ഷിണായനത്തിലേക്ക് ഈ ഒരു സൂര്യൻ വേർട്ടിക്കലി എത്തുന്നു 23 സെപ്റ്റംബർ മുതൽ 22 ഡിസംബർ വരെ. അപ്പോൾ ഈ ഒരു സമയത്താണ് വിൻ്റർ സോളിസ്റ്റൈസ് ആയിരിക്കും എവിടെ, നോർത്തേൺ ഹെമിസ്ഫിയറിൽ. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ വിൻ്റർ സോളിസ്റ്റൈസ് ആണ് എവിടെ, നോർത്തേൺ ഹെമിസ്ഫിയറിൽ. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡേയും ലോങ്ങസ്റ്റ് നൈറ്റ് ആയിരിക്കും ഈ ഒരു നോർത്തേൺ ഹെമിസ്ഫിയറിൽ എക്സ്പീരിയൻസ് ചെയ്യാം. ഇറ്റ് ഈസ് എ ഓട്ടം സീസൺ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ഫ്രം 23 സെപ്റ്റംബർ ടു 22 ഡിസംബർ. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്ത് സീസൺ ആയിരിക്കും ഒരു സമയത്ത്, ഓട്ടം സീസൺസ് ആയിരിക്കും ഉണ്ടാവുക. ഓട്ടം മാർക്സ് എ ട്രാൻസിഷൻ ഫ്രം ദ സിവിയറിറ്റി ഓഫ് സമ്മർ ടുവേർഡ്സ് വിൻ്റർ. അതായത് ഈ സമ്മറിൻ്റെ ആ ഒരു സിവിയറിറ്റിയിൽ നിന്ന് വിൻ്ററിലേക്കുള്ളൊരു മാറ്റമാണ് ഈ ഒരു ഓട്ടം സീസൺ എന്ന് പറയുന്നത്. ഡ്യൂറിങ് ദി സ്പീഡ് ദ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഡിക്രീസസ് കൺസിഡറബിളി. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ചൂട് വളരെ കുറവായിരിക്കും. ദർ ഇസ് എ ഷോർട്ടനിങ് ഡേ ആൻഡ് ലെങ്തനിങ് നൈറ്റ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ പീരീഡിൽ എന്താണ്, പകല് വളരെ കുറവും രാത്രി വളരെ കൂടുതലായിട്ടും തോന്നും. This is the season during which the trees generally shed their leaves. അപ്പോൾ ഈ ഒരു സീസണിലാണ് ഈ ട്രീ അവരുടെ ലീവ്സുകളൊക്കെ ഷെഡ് ചെയ്യുക, കൊഴിഞ്ഞു പോകുന്ന ഒരു സീസണാണ്. ദ ഷെഡിങ് ദ ലീവ്സ് ഈസ് ദ ഫോം ഓഫ് അഡാപ്റ്റേഷൻ ടു സർവൈവ് ദ ഫോർത്ത് കമ്മിങ് ഡ്രൈ വിൻ്റർ. അപ്പോൾ എന്താണ്, ഇനി വരാൻ പോകുന്ന വിൻ്ററിനെ സർവൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു അഡാപ്ഷൻ ആയിട്ടാണ് ഈ ഒരു ലീവ്സുകൾ അവർ ഷെഡ് ചെയ്യുന്നത്. The northward apparent shift of the sun begins by 22 December and again reaches vertically above the equator on 21 March. പിന്നെ ഇവിടെ പറയുന്നത് വീണ്ടും നോർത്ത് ഈ ഒരു നമ്മൾ പറഞ്ഞു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലെത്തിയ ഈ ഒരു സൂര്യൻ വീണ്ടും എങ്ങോട്ടേക്ക് തന്നെ മൂവ് ചെയ്യും, വീണ്ടും നോർത്ത് ഈ ഒരു ഉത്തരായനത്തിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ അത് വീണ്ടും ഇക്വേറ്ററിലേക്ക് എത്തുന്നു. 22 ഡിസംബറിൽ വീണ്ടും ഈ ഒരു 21 മാർച്ച് വരെ ഇക്വേറ്ററിന് മുകളിലേക്കായിട്ട് അല്ലെങ്കിൽ ഇക്വേറ്ററിന് വേർട്ടിക്കലായിട്ട് സൂര്യൻ റീച്ച് ചെയ്യും. അപ്പോൾ ഈ ഒരു പീരീഡിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും, വിൻ്റർ സീസൺ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സൈക്ലിക്കലായിട്ടുള്ള നേച്ചറാണെന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു ഇയറിന് ശേഷം വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആദ്യം എന്ത് ചെയ്യും, നോർത്തേൺ ഭാഗത്തേക്ക് സൂര്യൻ്റെ അയനം സംഭവിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എങ്ങടാണ്, ഇക്വേറ്ററിന് തൊട്ട് മുകളിലേക്കായിട്ട് വരുന്നു. അപ്പം നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ ആയിരിക്കും. അതിനുശേഷം വീണ്ടും ഇത്ര ഒരു 6th മന്തിന് ശേഷം വീണ്ടും ഇത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് തൊട്ട് മുകളിലേക്ക് എത്തുന്നു. ദെൻ വീണ്ടും ഇക്വേറ്ററിലേക്ക് വരുന്നു. ദെൻ ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് വരുന്നു. ഈ ഒരു സൈക്ലിക്കൽ നേച്ചർ നടന്നുകൊണ്ടേയിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. The northward apparent shift of the sun begins 22 December and again reaches vertically above the equator on 21 March. അപ്പോൾ നോർത്ത് വേർഡിലേക്ക് ഉത്തരായനത്തിലേക്ക് സൂര്യൻ അതിൻ്റെ അയനം സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ 22 ഡിസംബറിന് 21 മാർച്ചിന് ഈ ഒരു ഇക്വേറ്ററിന് വേർട്ടിക്കലായിട്ട് സൂര്യൻ നിൽക്കുന്നു. ദ പീരീഡ് മാർക്സ് ആസ് ദ വിൻ്റർ സീസൺ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. നമ്മൾ പറഞ്ഞു ഈ ഒരു സീസൺ എന്താണ്, വിൻ്റർ ആയിരിക്കും നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്ന് പറഞ്ഞു. അപ്പോൾ
which will be the season in the southern hemisphere when it is winter in the northern hemisphere? ഇപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ ആണ് എങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് കാണിക്കുന്ന ഒരു ഡയഗ്രമാണ് നെക്സ്റ്റ് സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് മന്ത്സ് കാണിക്കുന്നുണ്ട്, മൂവ്മെൻറ്റ്, സൂര്യൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, സൂര്യൻ്റെ അയൻ എന്താണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും എന്താണ്, എങ്ങനെയുള്ള മാറ്റങ്ങളാണ് എന്നുള്ളതാണ് ഈ ഒരു ടേബിളിൽ കാണിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ഫ്രം മാർച്ച് 21 ടു ജൂൺ 21, മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ സൂര്യൻ എവിടെയായിരിക്കും? ഇക്വേറ്ററിൽ നിന്ന് ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസറിലായിരിക്കും. അതായത് ഇക്വേറ്ററിന് തൊട്ട് നേർമുകളിലായിരിക്കും സൂര്യൻ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് ആയിരിക്കും, സ്പ്രിംഗ് സീസൺ ആയിരിക്കും. നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം ആയിരിക്കും. ദെൻ ജൂൺ 21 ടു സെപ്റ്റംബർ 23 എടുക്കുമ്പോൾ നമ്മൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ സൂര്യൻ എത്തി. ദെൻ ഇക്വേറ്ററിലേക്കുള്ള മൂവ്മെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മറും സദേൺ ഹെമിസ്ഫിയറിൽ വിൻ്ററും ആയിരിക്കും. ദെൻ ഫ്രം സെപ്റ്റംബർ 23 ടു ഡിസംബർ 22 എന്ത് സംഭവിക്കും? ഈ ഒരു ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലായിരിക്കും. അപ്പോൾ ഇവിടെ ഓട്ടമും മറ്റവിടെ സ്പ്രിങ്ങും ആയിരിക്കും. ഫ്രം ഡിസംബർ 22 ടു മാർച്ച് 21 ഫ്രം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്ന് ഇക്വേറ്ററിലേക്കുള്ള മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിൻ്ററും സദേൺ ഹെമിസ്ഫിയറിൽ സമ്മറും ആയിരിക്കും. അപ്പോൾ ഇതിൽ ഓരോ ഈ ഒരു ദിവസങ്ങളും എങ്ങനെയായിരിക്കും, സൂര്യൻ എവിടെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പോൾ സൂര്യൻ ഇക്വേറ്ററിന് തൊട്ട് മുകളിലും ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്കുള്ള മൂവ്മെൻറ്റിലും ആണെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിങ്ങും സദേൺ ഹെമിസ്ഫിയറിൽ ഓട്ടമാണെന്ന് കരുതാം. ഇനി ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്കാണ് പോകുന്നതെങ്കിൽ എന്താണ്? കാപ്രിക്കോണിലേക്കാണ് പോകുന്നതെങ്കിൽ സ്പ്രിങ് സദേൺ ഹെമിസ്ഫിയറിലും നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഓട്ടമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ രണ്ടും സെയിം കാര്യം തന്നെ. എവിടെയാണോ സൂര്യനുള്ളത് അതിനനുസരിച്ചിട്ടാണ് സ്പ്രിങ് ആണോ ഓട്ടമാണോ സമ്മർ ആണോ വിൻ്റർ ആണോ എന്നുള്ളത് നമ്മൾ തിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സീസൺസ് ആൻഡ് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സണ്ണിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സൂര്യൻ്റെ മൂവ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ സൂര്യൻ്റെ അയനമാണ് ഓരോ സീസൺസിനുമുള്ള കാരണം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക.